നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറച്ച് വിവരങ്ങൾ മനസ്സിലാകാം. മെയ് 3-നാണ് നീറ്റ് പരീക്ഷ നടന്നത്. എന്നാൽ 4 ദിവസത്തിനകം പരീക്ഷ നടത്തിയ NTA അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ചോദ്യപേപ്പർ ചോർന്നതായി വിവരം ലഭിച്ചു. ഉടൻ തന്നെ അവർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണവും തുടങ്ങി. പിന്നാലെ സർക്കാർ ആ പരീക്ഷ റദ്ദാക്കി. വിദ്യാഭ്യാസ മന്ത്രാലയം കേസ് CBIക്ക് കൈമാറി. തുടർന്ന് NDA വീണ്ടും പരീക്ഷ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ജൂൺ 21-നാണ് നീറ്റ് പരീക്ഷ നടന്നത്. കൃത്യം ജൂലൈ 16-ന് അതിന്റെ ഫലവും പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ വിദ്യാർത്ഥികൾ കൗൺസിലിംഗിനും അഡ്മിഷനുമായി കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോരുന്നതൊന്നും ആദ്യമായല്ല. അതിനാൽ തന്നെ അടുത്ത വർഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആശങ്ക ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിലാണ് മെയ് 15-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വാർത്താസമ്മേളനം നടത്തിയത്. വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇനി മുതൽ രാജ്യവ്യാപക പരീക്ഷകൾ, അതായത് ദേശീയ തലത്തിൽ നടക്കുന്ന പരീക്ഷകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത CBT എക്സാമിനേഷൻ ടൈപ്പിലായിരിക്കും ഇനി നടത്തുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രശ്നമുണ്ടായപ്പോൾ സർക്കാർ അവിടെ ഇടപെട്ടു, അന്വേഷണം നടത്തി, കുറ്റക്കാരായവർ അതായത് ചോദ്യപേപ്പർ ചോർത്തിയവരെ പിടികൂടുകയും ചെയ്തു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പുതിയ സംവിധാനവും പ്രഖ്യാപിച്ചു. CBI അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 13 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ ചിലർ നടത്തുന്ന പ്രതിഷേധം, ചിലർ ഞാൻ പറയുന്നില്ല, CJPയും ആം ആദ്മി പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സോകോൾഡ് ജെൻസീസും നടത്തുന്ന പ്രതിഷേധം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് സർക്കാരുമായി ചർച്ച വേണ്ട. എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണം, സർക്കാരിനെ താഴെ ഇറക്കണം, ഇതാണ് ഇപ്പോഴത്തെ ആവശ്യം. സർക്കാർ ഇതിനകം കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും കൂടുതൽ സുരക്ഷിതമായ പരീക്ഷാ സംവിധാനം അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ ഇനി മുതൽ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തിനാണ് ഈ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ പ്രതിഷേധം എന്തിനാണ്? യാതൊരുവിധ രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത യുവതലമുറയാണ് ചിന്തിക്കേണ്ടത്. കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുള്ളവർ എന്താണ് ഈ ഒരു സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. എന്നാൽ രാഷ്ട്രീയമില്ലാത്തവർ ചിന്തിച്ചു നോക്കുക എന്താണ് ഈ സമരത്തിന്റെ ഉദ്ദേശമെന്ന്.